സ്വാമി നമസ്തേ. വളരെ പ്രാചീനമായ ഒരു യാഗമാണ് അതിരാത്രം. അത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ പഠനങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇപ്പോൾ കോഴിക്കോടിൻ്റെ മണ്ണിൽ നടക്കുന്നത്. ഇപ്പോൾ മലബാർ ചരിത്രം രചിച്ചുകൊണ്ടിരിക്കുകയാണ്. കുംഭമേള അത് കഴിഞ്ഞ് അതിരാത്രം എങ്ങനെ തോന്നുന്നു? വളരെ ഈ ലോകത്തിന് അനുഗ്രഹമാകുന്ന രീതിയിൽ അന്തരീക്ഷത്തെയും അവിടെയുള്ള മനുഷ്യരെയും മാത്രമല്ല സമസ്ത ജീവജാലങ്ങളെയും പരിവർത്തനം ഉദ്ദേശിച്ചിട്ടാണ് പൂർവാചാര്യന്മാർ ഈ യാഗങ്ങളുടെ ഒരു ക്രമം ഉണ്ടാക്കിയിരിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് വിഷം ബാധിക്കുന്നത് നമുക്കൊക്കെ അറിയാം. അതുപോലെ നമ്മുടെ ഈ പ്രപഞ്ച ശരീരത്തെയും വിഷം ബാധിക്കും ചില കാലങ്ങളിൽ മറ്റുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട്. അങ്ങനെ വരുന്നൊരു സമയത്ത് ആ ദേശത്തെയും പ്രകൃതിയെയും ഒക്കെ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു തലമാണ് യാഗങ്ങൾക്കുള്ളത്. അപ്പം അത് നമ്മുടെ ഇന്നത്തെ കാലം വളരെയേറെ കാലുഷ്യങ്ങൾ സമാജത്തിനും ദേശത്തിനുമൊക്കെ അനുഭവിക്കുന്നൊരു കാലം. ആ സമയത്ത് എല്ലാ കാലുഷ്യങ്ങളെയും വിഷത്തെയും മാലിന്യങ്ങളെയും ഒക്കെ നീക്കിക്കളഞ്ഞ് ആ ഒരു ശുദ്ധി പൂർണ്ണമായിട്ടും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും അത് നാളെ ഒരു വലിയ യാത്രയ്ക്കുള്ള ഒരു ഊർജ്ജമായി മാറുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ, അപ്പോൾ ഇവിടെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ, ആന്തരികമായി ഇവിടെ വരുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി വരുന്ന മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മുമ്പും നമ്മുടെ കേരളത്തിൽ മുമ്പ് നടന്ന അതിരാത്രങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടന്നിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ഇതിൻ്റെ ഒരു മാറ്റം, ഇത് കൊണ്ടുവരുന്ന മാറ്റത്തെക്കുറിച്ച് അതൊരു അർത്ഥശങ്കയുമില്ലാതെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ആചാര്യശ്രീയുടെ ഒരു ഈ വൈദിക സംസ്കൃതിക്കുള്ളൊരു വലിയ കേരളത്തിൽ ഒരു വലിയ മാറ്റം, അത് വലിയൊരു വിഭാഗം ജനങ്ങളിലേക്ക് ആ വേദത്തിൻ്റെ ഒരു പ്രകാശം എത്തിച്ചു എന്നുള്ളതാണ്. ഈ യാഗത്തിൻ്റെ ഒരു അനുഗ്രഹവും അതുപോലെ ഈ ദേശത്തും ഈ സമാജത്തിലുമൊക്കെ വലിയ രീതിയിൽ പ്രസരിക്കാൻ ഈ കോഴിക്കോടിൻ്റെ മണ്ണിൽ, മലബാറിൻ്റെ മണ്ണിൽ നടക്കുന്ന ഈ യാഗം ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ അങ്ങ് കഴിഞ്ഞ വർഷം തത്വമയോട് തന്നെ പറഞ്ഞിരുന്നു, ഇനി വരാൻ പോകുന്ന കേരളം എന്ന് പറയുന്നത് ആധ്യാത്മികതയുടെ പാതയിലൂടെയാണ്. അതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തും ഇത്തരത്തിലുള്ള കുംഭമേള ആദ്യമായി ഇവിടെ നടക്കുന്നു, ഇപ്പോൾ അതിനെ തുടർന്ന് അതിരാത്രം നടക്കുന്നു. എങ്ങനെ കാണുന്നു ഈ ഒരു മാറ്റത്തെ? നമുക്ക് ഏറ്റവും പ്രധാനം ഇടക്കാലത്ത് വച്ച് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നൊരു സംഗതി, മഹത്തായ കാര്യങ്ങൾ സങ്കല്പിക്കാൻ പോലുമുള്ള ഒരു ഭയം, ആശങ്ക, ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറിയിട്ട് നമ്മൾ ഒരു കാര്യം ഇച്ഛിച്ചാൽ ആ ഇച്ഛയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായാൽ അത് നടക്കും എന്നുള്ള ബോധ്യം സാധാരണ ഒരു ഹൈന്ദവ വിശ്വാസികളുടെ ഈ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കരുത്ത് പകരുന്നതാണ് ആചാര്യശ്രീയുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ യാഗം എന്നുള്ള നിലയിലല്ല, വേദപഠനവും ഒക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ. ഒരു ആന്തരികമായിട്ട് നമ്മളൊരു അടിത്തറ ഉണ്ടാക്കുക, ശക്തമായിട്ടുള്ളൊരു അടിത്തറ ഉണ്ടാക്കുക എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ഒരു ധർമ്മമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. കരുത്തുറ്റുള്ളൊരു അടിത്തറയാണെങ്കിൽ നമുക്കതിൻ്റെ മീതെ എന്ത് വലിയ മഹാഗോപുരങ്ങളും പടുത്തുകയാണ്. ഓക്കെ, നമസ്തേ. പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.